മുഖം വരക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അത് കഴിഞ്ഞിട്ട് അത് പഠിക്കാനായിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് ആദ്യമായിട്ട് കുറച്ചൊക്കെ നോക്കി നോക്കി പഠിക്കാൻ നോക്കി. സാറിന്റെ ക്ലാസ് ഉണ്ട്, A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സ് ജോയിൻ ചെയ്തു. 2 മാസമായിരുന്നു. അപ്പം അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല വ്യത്യാസം ഉണ്ടായി. പിന്നെ എല്ലാം വരക്കാൻ പറ്റുന്നുണ്ട്, മുഖങ്ങളൊക്കെ നല്ലോണം വരക്കാൻ പറ്റുന്നുണ്ടായി. പിന്നെ ഞാൻ കുറേ പടങ്ങൾ വരക്കാൻ തുടങ്ങി. സാറിന്റെ അപ്പോഴാണ് ഇത് കണ്ടത്, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ. അങ്ങനെ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് പിന്നെ അതിന്റെ കൂടെ തന്നെ വരച്ച് 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 കുറേ പടങ്ങൾ വരച്ച് വരച്ചെടുത്ത് പ്രാക്ടീസും ചെയ്ത് അങ്ങനെ തുടങ്ങി. എക്സിബിഷന് 100 ആർട്ടിസ്റ്റുകളുടെ എക്സിബിഷന് എന്റെ 2 പെയിന്റിങ്സ് വെച്ച് ഗ്രീറ്റിംഗ് കാർഡാണ്. 100 ആർട്ടിസ്റ്റുകളല്ലേ? 500 വീഡിയോസ് യൂട്യൂബിൽ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു അച്ചീവ്മെന്റ് ഉണ്ട്. നമ്മ ശ്രദ്ധിച്ചിരുന്ന് നല്ലോണം പഠിക്കണം, നല്ലോണം എഫേർട്ട് എടുക്കണം. ഇത് ഈ പ്രാവശ്യം ചേരുമ്പോ നമ്മ കുറച്ചും കൂടി എഫേർട്ട് എടുക്കുമ്പോ അതിനേക്കാൾ റിസൾട്ട് ഇതിൽ കിട്ടും. ആദ്യത്തെ 2 മാസത്തേനേക്കാൾ റിസൾട്ട് നമുക്ക് കമ്മ്യൂണിറ്റിയൊക്കെ ഉള്ളപ്പോ അതിൽ കിട്ടുന്നത്. കംഫേർട്ടായിട്ട് പഠിക്കുക, അതൊന്ന് ലൈഫ് ലോങ് കംഫേർട്ടായിട്ട് ഇരുന്ന് പഠിക്കുക. പിന്നെ സപ്പോർട്ട് കിട്ടും, കമ്മ്യൂണിറ്റിയിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടും. ഏത് പോസ്റ്റ് ഇട്ടാലും എല്ലാത്തിനും കമന്റ് ഇട്ടുണ്ട്, അങ്ങനെ സപ്പോർട്ട് കിട്ടും. പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ എല്ലാവരുടെയും പഠിക്കാൻ പറ്റും. എല്ലാവരും കുട്ടിയായിട്ട് മാറ്റി നിർത്തുന്ന അങ്ങനത്തെ വല്ലതും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നല്ല നല്ല കമന്റുകളാണ്, വളരെ നല്ല കമന്റ്. വലിപ്പച്ചെറുപ്പം ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത്. പ്രായം ഒരു പ്രശ്നമല്ല. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ഡ്രോയിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കൂട്ടായ്മയായ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനെസ് ഹബിലൂടെ സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ആ ഒരു സക്സസ് ജേണി ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം 12 വയസ്സുള്ള ഇർഫാൻ ഉണ്ട്. ഇർഫാൻ എങ്ങനെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് പഠിച്ചത്, എന്തൊക്കെയാണ് ഇർഫാന്റെ ഫ്യൂച്ചർ ഗോൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം ഇർഫാനെ വെൽക്കം ചെയ്യുന്നു. ഇർഫാൻ ഇപ്പൊ നമ്മുടെ ഒപ്പം എത്തിയിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സിന്റെ അകത്തെ കോൺഫിഡൻസ് അച്ചീവർ എന്നുള്ള റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ്. അപ്പൊ ഒരിക്കൽ കൂടി ഇർഫാന് കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ആദ്യം എനിക്കറിയാനുള്ളത്, ഇർഫാന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ചിത്രകല മുൻപ് പഠിച്ചിരുന്നോ, എങ്ങനെയാണ് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള ഇൻഫർമേഷൻ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ, എന്റെ വീട്ടില് ഞാനുണ്ട്, പിന്നെ ഫാദർ, മദർ, ഗ്രാൻഡ് മദർ. പിന്നെ ചിത്രകല സ്റ്റാർട്ട് ചെയ്യുന്നത് 2019. 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ചെറുതായിട്ടൊക്കെ വരക്കൂർന്നു. പിന്നെ എന്റെ മദറിന്റെ ബ്രദറിന്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടി വരക്കണ കണ്ടിട്ട് എനിക്ക് 2 ക്യാൻവാസ് വാങ്ങിച്ചത്. മദറിന്റെ ബ്രദർ ഹൗസ് വാമിങ്, അങ്ങനെ ആദ്യമായിട്ട് വരക്കുന്നത്, പെയിന്റ് വെച്ച് വരക്കുന്നത്. അപ്പൊ എന്റെ മദർ വരക്കൂർന്നു, മറ്റേ വാൾ പെയിന്റിങ് അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യും, മെഹന്തി. അങ്ങനെ ആദ്യമായിട്ട് പെയിന്റ് വെച്ച് വരക്കുന്നത്, ഒരു സീനറി വരച്ച് ഹൗസ് വാമിങ്ങിന് കൊടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുഖം വരക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അത് കഴിഞ്ഞിട്ട് അത് പഠിക്കാനായിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് ആദ്യമായിട്ട് കുറച്ചൊക്കെ നോക്കി നോക്കി പഠിക്കാൻ നോക്കി. സാറിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ A to Z പെൻസിൽ ഡ്രോയിങ് അതാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്തത്. 2019 19 കഴിഞ്ഞ പിന്നെ 2021 ആ സമയത്താണ് പെൻസിൽ ഡ്രോയിങ് A to Z പെൻസിൽ ഡ്രോയിങ് കോഴ്സ് ജോയിൻ ചെയ്തു. 2 മാസമായിരുന്നു. അപ്പം അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല വ്യത്യാസം ഉണ്ടായി. പിന്നെ എല്ലാം വരക്കാൻ പറ്റുന്നുണ്ട്, മുഖങ്ങളൊക്കെ നല്ലോണം വരക്കാൻ പറ്റുന്നുണ്ടായി. പിന്നെ ഞാൻ കുറേ പടങ്ങൾ വരക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇത് കണ്ടത്, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ. അങ്ങനെ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് പിന്നെ അതിന്റെ കൂടെ തന്നെ വരച്ച് 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 കുറേ പടങ്ങൾ വരച്ച് വരച്ചെടുത്ത് പ്രാക്ടീസും ചെയ്ത് അങ്ങനെ തുടങ്ങി.
ഗ്രൂപ്പിലേക്ക് വന്നപ്പോ എന്തൊക്കെയാണ് ഡിഫറൻസ് തോന്നി? ആദ്യം നമുക്ക് 2 മാസത്തെ ഒരു കോഴ്സ് ആയിരുന്നു, റെക്കോർഡിംഗ് ക്ലാസ് മാത്രമുള്ളത്. ഇപ്പൊ നമുക്ക് കുറെ കൂടി കാര്യങ്ങളുണ്ടല്ലോ, വീക്ക്ലി മീറ്റിംഗ് ഉണ്ട്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. എന്തൊക്കെ ഡിഫറൻസ് ആ ഇപ്പൊ തോന്നുന്നത്? ആദ്യത്തത് നമ്മ ശ്രദ്ധിച്ചിരുന്ന് നല്ലോണം പഠിക്കണം, നല്ലോണം എഫേർട്ട് എടുക്കണം. ഈ പ്രാവശ്യം ചേരുമ്പോ നമ്മ കുറച്ചും കൂടി എഫേർട്ട് എടുക്കുമ്പോ അതിനേക്കാൾ റിസൾട്ട് ഇതിൽ കിട്ടും. ആദ്യത്തെ 2 മാസത്തേനേക്കാൾ റിസൾട്ട് നമുക്ക് കമ്മ്യൂണിറ്റിയൊക്കെ ഉള്ളപ്പോ അതിൽ കിട്ടുന്നുണ്ട്. എന്താ അതിന്റെ റീസൺ, പെട്ടെന്ന് എന്താ അതിന്റെ റിസൾട്ട് സീക്രട്ട്? വളരെ പെട്ടെന്ന് സീക്രട്ട് നമുക്ക് കംഫേർട്ട് ആയിട്ട് പഠിക്കാം. അതൊന്നും മറ്റേ ലൈഫ് ലോങ് ആണ് കംഫേർട്ട് ആയിട്ട് ഇരുന്ന് പഠിക്കാം. പിന്നെ സപ്പോർട്ട് കിട്ടും, കമ്മ്യൂണിറ്റിയിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടും. ഏത് പോസ്റ്റ് ഇട്ടാലും എല്ലാത്തിനും കമന്റ് ഇട്ടുണ്ട്, സപ്പോർട്ട് കിട്ടും. പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ എല്ലാവരുടെയും പഠിക്കാൻ പറ്റും. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പ്രായമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അറിയാലോ. അതിന്റെ അകത്ത് ഇർഫാന്റെ പ്രായത്തിൽ ഒരാൾ പഠിക്കുമ്പോൾ എന്താ ഫീൽ? മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് എങ്ങനെയാണ് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഫീലൊന്നുമില്ല. എല്ലാവരും ആർട്ടിസ്റ്റ് ആയിട്ടാണ്, ഓരോ ആർട്ടിസ്റ്റ് ആയിട്ട്. അല്ലാതെ കുട്ടിയായിട്ട് മാറ്റി നിർത്തുന്ന അങ്ങനത്തെ വല്ലതും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നല്ല നല്ല കമന്റുകളാണ്, വളരെ നല്ല കമന്റ്. വലിപ്പച്ചെറുപ്പം ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതിന്റെ അകത്ത്. ആ ആ പ്രായം ഒരു പ്രശ്നമല്ല. അപ്പൊ നമുക്ക് ഇർഫാൻ പഠിക്കുന്നത്. വരച്ച ചിത്രങ്ങൾ ഒന്ന് ഞാൻ നോക്കാട്ടോ എല്ലാം. ഫേസ്ബുക്ക് പ്രൊഫൈൽ നെയിം ഒന്ന് പറയാവോ, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന? ഓക്കെ. എന്താ പ്രൊഫൈലിന്റെ നെയിം? എന്താ, ഇർഫാൻ തന്നെയാണോ? ഇർഫാൻ അതാണോ? അൻവറ. അതല്ല. അതെ. തരും. ഇതല്ലേ? അപ്പൊ ഞാൻ അതാണ് ആദ്യം ഫസ്റ്റ് ചെയ്ത പെയിന്റ്. ഞാൻ ജോയിൻ ചെയ്ത ടൈം മുതലുള്ളത് ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് മുതലുള്ളത് നമുക്ക് നോക്കാം. എന്തൊക്കെ ടൂൾസ്, എന്തൊക്കെ മീഡിയംസ് ഇപ്പൊ ടോട്ടലി യൂസ് ചെയ്യുന്നുണ്ട് പടം വരയ്ക്കാൻ? പെൻസിൽ ഡ്രോയിങ് ഉണ്ട്, ചാർക്കോൾ പെൻസിൽസ് ഉണ്ട്, വാട്ടർ കളറിങ് യൂസ് ചെയ്യുന്നുണ്ട്, അക്രിലിക് കളറിങ് യൂസ് ചെയ്യുന്നുണ്ട്, ഓയിൽ പെയിന്റിങ് യൂസ് ചെയ്യുന്നുണ്ട്, കളർ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബ്രഷ് പെൻ യൂസ് ചെയ്യുന്നുണ്ട്, കാലിഗ്രഫി പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ ചെറിയ ചെറിയ സീറോ ഇറേസർ, ഡബിൾ ഇറേസർ, അങ്ങനത്തെ പെൻസിൽ ഇറേസർ, അങ്ങനത്തെ കുറെ ടൂൾസ്, ചെറിയ ചെറിയ ടൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നു. ഏറ്റവും വരയ്ക്കാൻ ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? സബ്ജക്റ്റ് റിയലിസ്റ്റിക് ഡ്രോയിങ്ങും പിന്നെ ഫേസും ആണ് വരക്കുക. പിന്നെ സീനറി പെയിന്റിങ്. ഈ മൂന്നെണ്ണം ഏറ്റവും കൂടുതൽ ചെയ്യാൻ ശ്രമിച്ചേക്കുന്നു. ഇങ്ങനത്തെ ചിത്രങ്ങളല്ലേ കൂടുതലും ചെയ്തിട്ടുള്ളത്, റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന 3D പോലത്തെ? എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഓരോ ടൈമിലാണ് ഓരോന്ന് ചെയ്തത്. ആദ്യം ഫേസ് ഡ്രോയിങ്സ് കുറെ ഉണ്ടാക്കി. പിന്നെ ഒരു സമയത്ത് ഇപ്പൊ ഇങ്ങനത്തെ ഡ്രോയിങ്സ് ചെയ്യണമെന്ന് തോന്നി. ഇപ്പൊ കുറെ പെയിന്റിങ്സ് ചെയ്ത്, ക്യാൻവാസ് പെയിന്റിങ്സ് ചെയ്ത് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സിബിഷന് കൊടുത്തിട്ടുണ്ട് 2 പെയിന്റിങ്സ്. 1 മാസത്തെ എക്സിബിഷൻ ആയിരുന്നു, 100 ആർട്ടിസ്റ്റ്. എവിടെ വെച്ചിട്ടായിരുന്നു അത്? കൊച്ചി മട്ടാഞ്ചേരി ജിയോ ടൗൺ. ഇത് എന്ത് ടൂൾ വെച്ചിട്ടാ വരച്ചിരിക്കുന്നത്, ഈ വൈറ്റ് കളേഴ്സ് ഒക്കെ? അത് അക്രിലിക്. ആദ്യം ഞാൻ
വരച്ചുകൊണ്ടിരിക്കുന്ന പെയിന്റിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതില്ലേ കളർ പെൻസിൽ ഈ ബ്രിസ്റ്റോ സാർ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ബ്രിസ്റ്റോന്റെ കളർ പെൻസിൽ. അത് വെച്ച് ആദ്യം മാർക്ക് ചെയ്തിടും. അത് കഴിഞ്ഞിട്ട് വൈറ്റ് പെയിന്റ് വെച്ച് അവസാനം ആ വൈറ്റ് ഫുൾ ഹൈലൈറ്റ്സ്, നല്ലോണം വൈറ്റ് ഉള്ള ഹൈലൈറ്റ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ചെയ്ത് പോകും. അങ്ങനെ ഫിനിഷ്. നന്നായിട്ടുണ്ട്, നല്ല 3D ഫീൽ കിട്ടുന്നുണ്ട്. താങ്ക്സ്. ഇപ്പൊ കൂടുതലും പെയിന്റിങ്ങിലാണെന്നുള്ള ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പെയിന്റിങ്ങും പിന്നെ റിയലിസ്റ്റിക് ഡ്രോയിങ്ങും ഉണ്ട്. ഒരു 50 റിയലിസ്റ്റിക് ഡ്രോയിങ് അച്ചീവ് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ 13 ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ പോർട്രേറ്റ് ഇപ്പൊ കുറവാണ്. മറ്റേ എന്തെങ്കിലും വർക്ക് ഒന്നാലൊക്കെ ചെയ്യാല്. ഒരു സമയത്ത് എപ്പോഴും പോർട്രേറ്റ് ആണ്. വർക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ പോർട്രേറ്റ് ഒക്കെ? ചെയ്തു കൊടുക്കാനുള്ള അങ്ങനത്തെ വർക്കല്ല, മറ്റേ ഫാമിലി വർക്ക്സ് അങ്ങനത്തെ ചെയ്തു കൊടുക്കാൻ. അപ്പം വല്ലപ്പോഴൊക്കെ അങ്ങനത്തെ വർക്കൊക്കെ. നന്നായിട്ടുണ്ട്, നല്ല റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കുന്നത്. ഇതൊക്കെ ഇർഫാൻ വരച്ചതല്ലേ? ഇതാണ് പെയിന്റിങ് മറ്റേ കൊടുത്തേക്കുന്നത്. എക്സിബിഷന് വേണ്ടി കൊടുത്തിരിക്കുന്നല്ലേ? അവിടെ വെച്ചേക്കണ പടം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാ ഗിഫ്റ്റ് കൊടുത്തതാണോ ആൾക്ക്? അത് ഫസ്റ്റ് ചെയ്ത പെയിന്റിങ് അതാണ് തുടങ്ങിയപ്പോ ചെയ്തെന്ന് പറഞ്ഞില്ലേ. ഇതല്ലേ, ഇതാണ് ആദ്യമായിട്ട് ഒരു പെയിന്റിങ് ചെയ്തത്. ഇതാണ് ആദ്യത്തെ പെയിന്റിങ്. അവിടെ നിന്ന് ഈ ഒരു ലെവൽ എത്തിയപ്പോ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് പെയിന്റിങ്ങിൽ. പെയിന്റിങ് ഈ ഒരു ലെവലിലോട്ട് എത്തിയല്ലോ, നല്ല റിയലിസ്റ്റിക് ആയിട്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് എന്താ പ്ലാൻ? നെക്സ്റ്റ് ഇനി എന്തൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം? വാട്ടർ കളറിങ് പഠിക്കണം. അത് ഞാൻ കുറവാണ് ചെയ്യല്. വാട്ടർ കളർ പഠിക്കണം എന്നാണ്. എന്തെങ്കിലും എന്റെ അടുത്ത് ചോദിക്കാൻ ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ക്ലാരിറ്റി വരുത്തണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടോ? ഡൗട്ട്സ് ഒന്നുമില്ല. ഇപ്പൊ എന്തൊരു ഗോളിനെ കുറിച്ച് പറഞ്ഞില്ല? എത്ര ഡ്രോയിങ് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞേ? 50 ഡ്രോയിങ്സ്. 50. അത് എന്ത് ടോപ്പിക്കിലാ ചെയ്യുന്നത്? റിയലിസ്റ്റിക് ഡ്രോയിങ്സ്, മറ്റേ തിങ്സ്, റിയൽ ലൈഫ് തിങ്സ് ഇല്ലേ, ഒബ്ജക്റ്റുകളാണോ? ഒബ്ജക്റ്റുകളോ. എവിടെ നിന്ന് കിട്ടിയ ഐഡിയ? അത് മറ്റേ റിയലിസ്റ്റിക് ഡ്രോയിങ് ഓൺലൈനിലൊക്കെ കാണൂലോ, അത് കണ്ടിട്ട്. 50 ഗ്ലാസ് ഡ്രോയിങ്. ഉണ്ട്. ഞാൻ അതും കൂടി ഒന്ന് നോക്കട്ടോ. ചാനലിന്റെ പേരെന്തായിരുന്നു? മറന്നുപോയി. ആർട്ടിസ്റ്റ് ഇർഫാൻ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ പേര് പെട്ടെന്ന് പറഞ്ഞു. ആർട്ടിസ്റ്റ് ഇർഫാൻ അല്ലേ? വീഡിയോ കാണുന്നവർക്ക് ഈ ഒരു ഇതും കൂടി ഞാൻ ഷെയർ ചെയ്തേക്കാം. ഇർഫാന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ആർട്ടിസ്റ്റ് ഇർഫാൻ എന്നാണ്. ആർട്ട് വീഡിയോസ് ആണ് ഫുള്ളും ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതലും റിയലിസ്റ്റിക് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്ത ഡ്രോയിങ്സ് ആണല്ലേ? എങ്ങനെയുണ്ട് ഫാമിലി സപ്പോർട്ട് ഒക്കെ? എങ്ങനെയുണ്ട് ഡ്രോയിങ്ങിൽ? ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും? ഇപ്പൊ ടോട്ടൽ എത്ര എണ്ണമായി ഇതില്, ഈ ഒരു സീരീസില്? 20 മറ്റേ ചെയ്തിട്ടുണ്ട്. 20.
21 ഒരെണ്ണം ഫ്രെയിമും ചെയ്തത്. എല്ലാം ടൈം ലാപ്സ് വീഡിയോസ് ആണോ ചെയ്തിരിക്കുന്നത്? ആ ചിലതൊക്കെ ടൈം ലാപ്സ് ചെയ്യാൻ പറ്റില്ല. അതെന്താന്ന് പറഞ്ഞാൽ റെഫറൻസ് ഇമേജ് ഫോൺ നോക്കിയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ടൈം ലാപ്സ് ചെയ്യാൻ പറ്റാത്തതും ഉണ്ട് കുറച്ചൊക്കെ. കുറച്ച് ഇനി നെക്സ്റ്റ് ഇർഫാൻ്റെ ഒരു ടാസ്ക് വരാം. ഇനി നെക്സ്റ്റ് വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണതില്ല, വോയിസ് ഓവർ കൊടുത്തിട്ട് സൗണ്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറെ കൂടി ഫോളോവേഴ്സ് നമുക്ക് കിട്ടും. ഫോളോവേഴ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതൊന്നും വോയിസ് ഓവർ ഒക്കെ കൊടുത്തു നോക്കിയിട്ടുണ്ട്. എന്താ അപ്ലോഡ് ചെയ്യാത്തത്? അപ്ലോഡ് ചെയ്യണം. ചെയ്തോ. ഇപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് എനിക്ക് ലിങ്ക് അയച്ചിരുന്നു വാട്സാപ്പിൽ, ഞാൻ ചെക്ക് ചെയ്യാം. നമ്മുടെ വോയിസും കൂടി ഉണ്ടെങ്കിൽ കുറെ കൂടി ആൾക്കാർ നമ്മളായിട്ട് കണക്റ്റഡ് ആവും. അപ്പൊ ഈ ഒരു ചിത്രം തന്നെ ഇർഫാൻ ഇപ്പൊ ഒരു 2 മിനിറ്റ് അല്ലേ ഉള്ളൂ. 2 മിനിറ്റ് ആകുമ്പോൾ അതിന്റെ അകത്ത് ഇർഫാൻ എന്താ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു വോയിസ് ഓവർ കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഒരു വീഡിയോ മൊബൈൽ എടുക്കുക, മൊബൈലിൽ വോയിസ് ഓവർ ഓൺ ആക്കുക, എന്നിട്ട് പറയാ ഞാൻ ഇന്നൊരു ചിത്രം വരച്ചു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഇതെന്റെ സ്കെച്ച് ബുക്ക് ആണ്, ഇതിനകത്ത് കുറെ ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇത്തരത്തില് ഞാൻ വരച്ച ഏറ്റവും പുതിയൊരു ചിത്രം നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ അതിനെ കുറിച്ച് കിട്ടും. ഞാൻ ഇവിടെ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു 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 ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ മാത്രമേ ബ്ലെൻഡിങ് സ്റ്റംപ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തിടുന്നുണ്ട്. ഇതേപോലെ അങ്ങ് പറഞ്ഞു പോയാൽ മതി, എളുപ്പമല്ലേ? 2 മിനിറ്റുള്ള വീഡിയോസ് ഒക്കെ പെട്ടെന്ന് തന്നെ വോയിസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആദ്യം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് ഇമ്പ്രൂവ് ആയിട്ട് വരും. ഒരു കാര്യം ചെയ്തു, നമ്മുടെ 50 ഡ്രോയിങ് ഉണ്ടല്ലോ, അത് 1 by 1 ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പറ്റുന്ന പോലെ, എല്ലാം ടൈം ലാപ്സ് എടുക്കാൻ പറ്റില്ല പറഞ്ഞ പോലെ, പക്ഷെ പറ്റുന്ന പോലെ വീഡിയോസ് എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിക്കോളും. കുറെ കൂടി റീച്ച് കിട്ടും. യെസ്. അതുപോലെ തന്നെ ഇപ്പൊ മൊബൈൽ കയ്യിൽ പിടിക്കുന്നതിന് പകരം മൊബൈൽ സ്റ്റാൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ ഷെയ്ക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സ്റ്റാൻഡ് ഉണ്ടല്ലേ? സ്റ്റാൻഡ് ഉണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്യട്ടെ. അത് മതി. ഫോണിൽ വെച്ചാ കറക്റ്റ് ആയിട്ട് കിട്ടിപ്പോകും. സ്റ്റാൻഡ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറെ. അത് നൈറ്റ് ആവുമ്പോ ഫാദറിന്റെ അല്ലെങ്കിൽ മദറിന്റെ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യാം. ആ സമയത്ത് ലൈറ്റ് കിട്ടൂല, അതാണ് പ്രശ്നം. അതാണ് ഞാൻ ഡേ ചെയ്യുന്നത്. ഡേ ചെയ്യുന്ന ഷൂട്ട് കുറച്ച് കിട്ടുള്ളൂ. എന്റെ ഫോൺ മാത്രം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പാർട്ട് ബൈ പാർട്ടായിട്ടും നമുക്ക് കറക്റ്റ് ടൈമിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ലൈറ്റ് ഉള്ള സമയത്ത് വരച്ച് ഷൂട്ടിങ് ആ ഒരു ടൈമിലേക്ക് മാറ്റിയാൽ മതി. ഞാൻ ആദ്യം അങ്ങനെ ചെയ്തിരുന്നത്. പാർട്ട് ബൈ പാർട്ടായിട്ട് ഫുള്ളും ഒറ്റയടിക്ക് വരയ്ക്കേണ്ടതല്ല. നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ആ സമയത്ത് വരയ്ക്കും, ബാക്കി സമയത്ത് എഡിറ്റ് ചെയ്യും നമ്മൾ. നൈറ്റ് ഒക്കെ നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എഡിറ്റിങ്ങോ പോസ്റ്റിങ്ങോ അങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാന്നുള്ളതാ. നല്ലൊരു യൂട്യൂബിൽ പ്രത്യേകിച്ച് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കൺസിസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ ഒരു വീഡിയോ ആണെങ്കിൽ ആഴ്ചയിൽ കറക്റ്റ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക. അതൊരു ടൈം സെറ്റ് ചെയ്തിട്ട് 6:30 ആണെങ്കിൽ 6:30 തന്നെ റെഗുലർ ആയിട്ട് പോസ്റ്റ് ചെയ്ത് പോവാണെങ്കിൽ പതിയെ നമുക്ക് റീച്ച് കിട്ടും. പിന്നെ പാരസിന്റെ അടുത്തൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ മാത്രം ഒതുക്കാതെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച് ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് നല്ല റീച്ച് ഉണ്ട്. അതൊക്കെ ഉണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ ഒരു ആർട്ട് വർക്ക് ആണെങ്കിലും അതെല്ലാ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒന്നും ഒഴിവാക്കാതെ എല്ലാം പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. വേറെ എന്തെങ്കിലും ചോദിക്കാണോ എൻ്റെ അടുത്ത്? യെസ്. അപ്പൊ ഇർഫാൻ കുറച്ചും കൂടി ഗോൾസ് ഇർഫാൻ സെറ്റ് ചെയ്യാൻ പറ്റും. പറയുന്ന പോലെ ഒരു 50 ഡ്രോയിങ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഒരു എക്സിബിഷൻ സെറ്റ് ചെയ്യാം, സ്കൂളിലാണെങ്കിലോ അല്ലെങ്കിൽ ഹോളിലാണെങ്കിലോ. അപ്പൊ വേണമെങ്കിൽ അങ്ങനെ എക്സിബിഷനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു തീം ബേസ്ഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. സ്റ്റോറി പോലെ പറഞ്ഞു. ഈ റിയലിസ്റ്റിക് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ 50 പെയിന്റിങ്സും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ഓണത്തിന് ആ സമയം ഞങ്ങൾക്ക് ഒരു എക്സിബിഷൻ ചെയ്യണം പ്ലാൻ ചെയ്തു. ഒന്ന് ബുക്കിലൊന്ന് എഴുതി വെച്ചു. ഞാൻ ഇർഫാന്റെ ഗോൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ്.
എക്സിബിഷൻ. ഡയറിയിൽ എഴുതിച്ചിട്ടുണ്ട്. യെസ്, ഗുഡ്. ഞാൻ എന്റെ സിസ്റ്റത്തിൽ ഒന്ന് നോട്ട് ചെയ്തോളാം. നീ ഞാൻ എല്ലാ സ്റ്റുഡൻസിന്റെയും ഗോള് നോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ 50 ഡ്രോയിങ് ആണ് അതിന്റെ അകത്ത് വരുന്നത് എക്സിബിഷന്റെ അകത്ത്. വേറെ എന്തെങ്കിലും ഇൻക്ലൂഡഡ് ആണോ? ഇതില് കൊറേ ഗോൾസ് എഴുതിച്ചിട്ടുണ്ട്. പറഞ്ഞോ, ഞാൻ നോട്ട് ചെയ്യാം. ജസ്റ്റ് കാട്ടാം. 50 റിയലിസ്റ്റിക് ഡ്രോയിങ് അച്ചീവ് ചെയ്യണമെന്നുണ്ട്. പിന്നെ 10 പെയിന്റിങ്സ് അച്ചീവ് ചെയ്യണമെന്നുണ്ട്. പിന്നെ 20 കാലിഗ്രഫി ഡ്രോയിങ്സ് അച്ചീവ് ചെയ്യണമെന്നുണ്ട്. പിന്നെ 500 വീഡിയോസ് യൂട്യൂബിൽ കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു അച്ചീവ്മെന്റ് ഉണ്ട്. പിന്നെ 1K ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് അടിക്കും. അങ്ങനത്തെ കുറച്ച്. യെസ്, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും കൂടി ഞാൻ ചെക്ക് ചെയ്യും. ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേരെന്തായിരുന്നു? ആർട്ടിസ്റ്റ് എല്ലാത്തിനും ഒരേ പേര് വെച്ചിട്ട് ചെക്ക് കേട്ടോ. അതല്ലേ 290 ഫോളോവേഴ്സ് ഉണ്ട്. 1K ആവാനായിട്ട് ഇനി അധികം ടൈം വേണ്ട. റീൽസിന്റെ റീച്ച് ഒക്കെ ആദ്യം റീൽസ് കുറവാണ്. റീൽസ് കൂടുതൽ കിട്ടുള്ളൂ. ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാനേക്കാളും കൂടുതൽ റീൽസ് വരണം. നമ്പർ ഓഫ് റീൽസിന്റെ എണ്ണം കൂട്ടണം മാക്സിമം. ഒരു ഫോട്ടോ ആണെങ്കിൽ തന്നെ എഡിറ്റ് ഒക്കെ ചെയ്ത് ഒരു വീഡിയോ പോലെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ കൂടുതൽ റീച്ച് നമുക്ക് കിട്ടും. അപ്പൊ എക്സിബിഷൻ അടുത്ത ഓണത്തിനാണോ പ്ലാൻ ചെയ്യുന്നത്? വരുന്ന ഈ വർഷത്തെ? അപ്പോഴേക്കും ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിനു മുമ്പ് ആയിട്ട് ചെയ്യണം. എവിടെയാ പ്ലാൻ ചെയ്യുന്നത് എക്സിബിഷൻ നടത്താൻ? അല്ല, വേറെ ദൂരമൊന്നുമില്ല. ഇവിടെ തന്നെ മിനി എക്സിബിഷൻ, സ്മോൾ എക്സിബിഷൻ. എറണാകുളത്തല്ലേ? ആലുവ പറവൂർ റൂട്ടിൽ ഇടവഴിയൊക്കെ കയറിയിട്ടുള്ള കളി. ഇടവഴിയില്ല, ഇത്തിരി. എറണാകുളത്ത് ഒരുപാട് എക്സിബിഷൻ ഹോൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കണ്ട. നമുക്കിപ്പോ ആ ചിത്രങ്ങൾ എങ്ങനെ വരയ്ക്കും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തീം ബേസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്തെങ്കിലും തീമിന്റെ ബേസിൽ ചെയ്യാൻ പറ്റും. 10 പെയിന്റിങ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. 10 പെയിന്റിങ് എന്ത് തീമിലായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക, അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് എന്തൊക്കെയില്ല. നേച്ചറിൽ തന്നെ എന്തെങ്കിലും സ്റ്റോറി നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുമോ, കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് പ്ലാൻ ചെയ്ത് നോക്കിക്കോളൂ. യെസ്. എന്നിട്ട് എക്സിബിഷന്റെ ടൈം ഒക്കെ ആവുന്ന സമയത്ത് എന്നെ വിളിക്കണം കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും നേരിട്ട് വരും എക്സിബിഷൻ കാണാനായിട്ട്. ഗ്രൂപ്പിൽ പറയണം. ഇതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം ഗ്രൂപ്പിൽ പറയണം. എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ തീരുമാനിക്കുന്ന ടൈം മുതൽ ഗ്രൂപ്പിൽ അറിയിക്കുക. ഞാൻ മാത്രമല്ല, ഒരുപാട് എന്റെ കല്യാണത്തിന് വന്ന ആൾക്കാർ അറിയാലോ, ഒരുപാട് പേരുണ്ട് നേരിട്ട് വരാൻ പറ്റുന്നവർ. കേരളത്തിൽ തന്നെ ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നല്ല രീതിയിൽ സപ്പോർട്ട് നേടിക്കൊണ്ട് നമുക്ക് ആ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ വിജയിപ്പിക്കാനായിട്ട് പറ്റും. ഞാൻ മറ്റേ ഇവിടെ വെച്ചെന്ന് പറഞ്ഞില്ലേ എക്സിബിഷന് 100 ആർട്ടിസ്റ്റുകളുള്ള എക്സിബിഷന് എന്റെ 2 പെയിന്റിങ്സ് വെച്ച്. അപ്പൊ അതില് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഒരാള് പോയി അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. ഇപ്പൊ അത് തീർന്നു. 1 മന്ത് ആയിരുന്നു. 1 മന്ത് എക്സിബിഷൻ. ഇനിയിപ്പോ അടുത്തത് ഒരു സോളോ എക്സിബിഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മുടെ മാത്രം ഡ്രോയിങ് പെയിന്റിങ്സ് വെച്ചിട്ട്. ഗ്രീറ്റിംഗ് കാർഡാണ്. 100 ആർട്ടിസ്റ്റുകൾ അല്ലേ? പേരുകളുണ്ട്. നന്നായിട്ടുണ്ട്. ഇർഫാന് വലിയൊരു ജോലി ഉണ്ട് ചെയ്യാനായിട്ട്. അതായത് അടുത്ത ഓണത്തിന് മുമ്പാണ് എക്സിബിഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ആർട്ട് വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട്, എത്ര ദിവസം ബാക്കിയുണ്ട് എന്നൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തോളൂ. അപ്പൊ ഒരു ദിവസം എത്ര എണ്ണം വെച്ച് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും.
അതൊന്ന് നമ്മുടെ സൈഡിൽ നിന്ന് പ്ലാൻ ഓക്കെ. ചെയ്യണം. എന്നിട്ട് കറക്റ്റ് ഡേറ്റിൽ തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആവും. കൂടാതെ ഈ എക്സിബിഷനെ പ്രിപ്പയർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇപ്പൊ മുതൽ ഇടാറുണ്ട്. ഞാനൊരു എക്സിബിഷൻ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ആ അതേപോലെ ഇടിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. നേരത്തെ അനൗൺസ് ചെയ്തിട്ട് ഞാനൊരു എക്സിബിഷൻ ചെയ്യാൻ പോവാണ്. പിന്നെ മുതൽ എക്സിബിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസ് എന്റെ ചാനലിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചിത്രം വരയ്ക്കുമ്പോഴും എക്സിബിഷന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്യും ഇതിന് വേണ്ടിയിട്ട്. എക്സിബിഷന്റെ ദിവസം വരുമ്പോഴേക്കും കുറെ കൂടി ഫോളോവേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും എക്സിബിഷൻ ഭയങ്കര സക്സസ് ആക്കി മാറ്റാനും നമുക്ക് സാധിക്കും. ബാക്കി ഹെൽപ്പ് ഒക്കെ എന്റെ സൈഡിൽ നിന്ന് ഓക്കെ. നമ്മുടെ കമ്മ്യൂണിറ്റി സൈഡിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. യെസ്, അപ്പൊ ഹാപ്പി ആയില്ലേ? ഓക്കെ. യെസ്, അപ്പൊ എന്തായാലും സെറ്റ് ചെയ്തോ. എല്ലാ ഗോളും ഒക്കെ എഴുതി വെച്ച് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ആർട്ട് പഠിക്കാനായിട്ട് ഇർഫാന്റെ പ്രായത്തിലുള്ളവര് ഒരുപാട് പേർക്ക് ആർട്ട് പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഓൺലൈനിലൂടെ ആർട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ അടുത്ത് ഇർഫാന് എന്താണ് പറയാനുള്ളത്? എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കുക? ഇപ്പൊ ഇർഫാൻ എങ്ങനെയാണ് ഈ ഒരു ഡ്രോയിങ് ഈ ഒരു ലെവലിലോട്ട് എത്തിക്കാനായിട്ട് ഇർഫാൻ എങ്ങനെയാണ് ആർട്ട് പഠിച്ചത് ഓൺലൈനിലൂടെ? ആഗ്രഹത്തോടെ അങ്ങോട്ട് പഠിക്കും. നല്ലോണം ലിസൺ ചെയ്ത് ആഗ്രഹം ഇല്ലെങ്കിൽ കേട്ടാ ഒന്നും മനസ്സിലാവൂല, ബോറടിക്കുള്ളൂ. അതെ അതെ, നമുക്ക് ഇഷ്ടം വേണം ആദ്യമല്ല പഠിക്കാനുള്ള. നമുക്കൊരു ഡ്രീം വേണം. ഇഷ്ടത്തോടെ ഇരുന്ന് മറ്റേ ഇങ്ങനെ കേൾക്കണം. ഈ അടുത്ത എന്താ പറയാന്ന് പ്രതീക്ഷിച്ചിരുന്ന് ഇങ്ങനെ കേൾക്കണം. എന്നാലാണ് പറ്റുള്ളൂ. നമ്മുടെ ലൈവ് പിന്നെ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് അപ്പ ചെയ്യാറുണ്ടോ? ഹോംവർക്ക് ലൈവ് മീറ്റിംഗ് യൂട്യൂബില് അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഏത് ലൈവ് മീറ്റിംഗ്? വീക്ക്ലി മീറ്റിംഗ് ആണ്. അതൊക്കെ അത് എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. എന്തായാലും മുന്നോട്ട് എല്ലാവിധ ആശംസകളും. എക്സിബിഷന് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. അതിന്റെ ഇൻഫർമേഷനും ഗ്രൂപ്പിലൂടെ അറിയിച്ചോളൂ, അതായത് ടൈമിൽ അറിയിച്ചോളൂ. എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാരിറ്റി വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എല്ലാവിധ സഹായവും ഹെൽപ്പും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ വൈൻഡപ്പ് ചെയ്തേക്കട്ടെ? യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.